ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് കമ്മിറ്റ് അതുപോലെ റോൾ ബാക്ക് അതാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഡിവൈസ് ലോഗിൻ ചെയ്യുന്നുണ്ട്. റൂട്ട് എഡിറ്റ് ഓക്കെ, കോൺഫിഗറേഷൻ മോഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേഞ്ചിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കമ്മിറ്റ്. അതായത് ഇപ്പോൾ സേവ് ചെയ്യും, അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ആ കമാൻഡിനെ ആക്ടിവേറ്റും ചെയ്യും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കമ്മിറ്റ്. എപ്പോഴാണോ നമ്മളൊരു കമാൻഡ് എൻ്റർ ചെയ്തിട്ട് കമ്മിറ്റ് കൊടുക്കുന്നത്, അതിൻ്റെ ശേഷം മാത്രമേ ആ കമാൻഡ് ആക്ടിവേറ്റ് ആവുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ സ്വിച്ചിൻ്റെ പേര് സ്വിച്ച് 1 എന്നാണ്. ഓക്കെ, സ്വിച്ചിൻ്റെ പേര് നോക്കിയാൽ സ്വിച്ച് 1 എന്നാണ്. നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്തിട്ടൊരു ടെസ്റ്റ് 1 എന്ന് കൊടുക്കുക പേര്. അപ്പോൾ ഞാൻ സെറ്റ് സിസ്റ്റം ഹോസ്റ്റ് നെയിം ടെസ്റ്റ് 1 ഓക്കെ, ടെസ്റ്റ് 1 കൊടുത്ത് ഇനി ഞാൻ ഒന്ന് എൻ്റർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എൻ്റർ കൊടുത്ത് പക്ഷേ എൻ്റർ കൊടുത്തതിന് ശേഷം ഈ സ്വിച്ചിൻ്റെ പേര് പഴയ പേര് തന്നെ, അതായത് സ്വിച്ച് 1 എന്ന് തന്നെ, ഒരിക്കലും ഇവിടെ ചേഞ്ച് ആയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണോ ഒരു കമ്മിറ്റ് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നത്, അപ്പം മാത്രമേ ഈ സ്വിച്ചിൻ്റെ പഴയ പേര് മാറിയിട്ട് ടെസ്റ്റ് 1 എന്നാവുള്ളൂ. ഓക്കെ, അപ്പം ഞാനൊരു കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം കമ്മിറ്റ് കംപ്ലീറ്റ്. അതുപോലെ ഇവിടെ നോക്കിയാൽ കാണാം സ്വിച്ചിൻ്റെ പേര് മാറിയിട്ടുണ്ട്, ഹോസ്റ്റ് നെയിം മാറിയിട്ട് ടെസ്റ്റ് 1 ആയിട്ടുണ്ട്. അതായത് ഈ കമാൻഡ് സേവ് ചെയ്ത് അതുപോലെ തന്നെ ആക്ടിവേറ്റും ചെയ്ത് ഈ കമ്മിറ്റ് കൊടുത്തതിൻ്റെ ശേഷം. ഓക്കെ, അപ്പോൾ അതാണ് ഈ കമ്മിറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് കൊണ്ടുള്ള യൂസ്. അതായത് നമ്മളെ ഒരു കമാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യാൻ, സേവ് ചെയ്യാനോ ആക്ടിവേറ്റ് ചെയ്യാനോ. ഓക്കെ, ഇനി എന്താണ് റോൾ ബാക്ക് എന്നാണ് നോക്കാൻ പോകുന്നത്. റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺഫിഗറേഷനിലെ പ്രീവിയസ് കോൺഫിഗറേഷനിലേക്ക് നമുക്ക് റിവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കറണ്ട് കോൺഫിഗറേഷന് പ്രീവിയസ് കോൺഫിഗറേഷനിലേക്ക് നമുക്ക് റിവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് റോൾ ബാക്ക്. ഓക്കെ, അതുപോലെ ജുനിപ്പറിൽ 50 റോൾ ബാക്ക് വരെ സപ്പോർട്ട് ചെയ്യും. അതായത് 0 to 49 വരെ 50 പ്രീവിയസ് കോൺഫിഗറേഷൻ വരെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും, തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഞാൻ ജസ്റ്റ് റോൾ ബാക്ക് എന്ന് കൊടുക്കുന്നുണ്ട്. റോൾ ബാക്ക് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ഇത്രയും റോൾ ബാക്ക് ഉണ്ട്. അതായത് എത്ര പ്രാവശ്യം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും പ്രാവശ്യം റോൾ ബാക്ക് ക്രിയേറ്റ് ആയിക്കൊണ്ട് നിൽക്കും. ഇവിടെ ജസ്റ്റ് 28 എണ്ണേ ഉള്ളൂ. 50 റോൾ ബാക്ക് വരെ സപ്പോർട്ട് ചെയ്യും, അതായത് 0 to 49 വരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മുടെ റോൾ ബാക്ക് ഞാൻ 1 കൊടുക്കുക. ഈ 0 എന്ന് പറയുന്നത് ലാസ്റ്റ്ലി കമ്മിറ്റ് ചെയ്തതാണ്. ഈ 0ൻ്റെ അകത്തുണ്ടാവുക, ലാസ്റ്റ് കമ്മിറ്റ് ചെയ്ത കോൺഫിഗറേഷനാണ് ഈ 0ൻ്റെ അകത്തുണ്ടാവുക. നമ്മൾ തൊട്ട് മുന്നേ ഏതാണോ ഉണ്ടായിരുന്നത് അതാണ് ഈ 1ൻ്റെ അകത്തുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ 1 എന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ പേര് ചേഞ്ച് ആവും. അതായത് ഈ 1 എന്ന് പറഞ്ഞ റോൾ ബാക്കിൻ്റെ അകത്തുള്ള കോൺഫിഗറേഷൻ ഉള്ളത് ഈ സ്വിച്ചിൻ്റെ ഹോസ്റ്റ് നെയിം സ്വിച്ച് 1 എന്നാണ്. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്യാം. ഞാനിവിടെ റോൾ ബാക്ക് 1 എന്ന് കൊടുത്ത് ലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കമ്മിറ്റ് ചെയ്ത് നോക്കാം. കമ്മിറ്റ് ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം സ്വിച്ചിൻ്റെ പേര് നമ്മൾ ചേഞ്ച് ചെയ്യാതെ തന്നെ മാറിയിട്ടുണ്ട്. അതായത് സ്വിച്ച് 1 തന്നെ ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പ്രീവിയസ് കോൺഫിഗറേഷനിലേക്ക് റോൾ ബാക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ആയത്. ഓക്കെ, ഇനിയിപ്പോൾ തിരിച്ചതുപോലെ റോൾ ബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റോൾ ബാക്ക് 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് മുന്നുള്ള ഇതിലേക്ക് പോകും. അതായത് തൊട്ട് മുന്നുള്ള ഹോസ്റ്റ് നെയിമിലേക്ക് പോകും. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും പ്രീവിയസ് കോൺഫിഗറേഷനിലേക്ക് പോകാൻ പറ്റും. പക്ഷെ ഇവിടെ അതുപോലെ ഈ റോൾ ബാക്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത്രയും റോൾ ബാക്ക് ഉണ്ട്, പക്ഷെ എല്ലാ റോൾ ബാക്കിനും ജസ്റ്റ് നമ്പറും അതുപോലെ റോൾ ബാക്ക് നമ്പറും ടൈമും മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ.
അപ്പോൾ ഇത് വെച്ച് റോൾ ബാക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നൊരു കമാൻഡാണ്. ഇപ്പോൾ നമുക്കൊരു കമ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ കമ്മിറ്റിനൊരു പേര് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ test1 എന്ന് തന്നെ ഹോസ്റ്റ് നെയിം കൊടുത്ത് ഓക്കെ. ഇനി ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ, അതായത് കമ്മിറ്റ് ചെയ്യുമ്പോൾ കമൻറ്റ് നമുക്കൊരു കമൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, കമ്മിറ്റ് കമൻറ്റ്. ഞാൻ ജസ്റ്റ് ഈ സ്വിച്ചിൻ്റെ പേര് തന്നെ ഒരു റിമൈൻഡർ പോലെ കൊടുത്ത് ഒരു ഹിൻറ്റ് പോലെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കമ്മിറ്റ് കമൻറ്റ്. ഇത് കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കണമെന്നില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു കോൺഫിഗറേഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം വേണമെങ്കിലും ഇങ്ങനെ കമൻറ്റ് കൊടുക്കാം. ഓക്കെ, കമ്മിറ്റ് കമൻറ്റ് കൊടുത്ത് ഇനി നമുക്ക് റോൾ ബാക്ക് ചെയ്യുമ്പം എളുപ്പമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് റോൾ ബാക്ക് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ റോൾ ബാക്ക് കൊടുത്തപ്പോഴും നമ്മൾ ഈ ലാസ്റ്റ് കോൺഫിഗറേഷൻ്റെ അകത്ത് നമുക്ക് കൊടുത്ത കമൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നതാണ് ആ റോൾ ബാക്കിൻ്റെ, അതായത് ആ കമ്മിറ്റിൻ്റെ നമ്പർ എത്താന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൺ ഷോ സിസ്റ്റം കമ്മിറ്റ് സിസ്റ്റം കമ്മിറ്റ്. ഓക്കെ, ഞാൻ എൻ്റർ കൊടുത്തപ്പം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കമ്മിറ്റും. ഓക്കെ, എല്ലാ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കമ്മിറ്റും നമുക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാം 0 എന്ന് പറയുന്ന റോൾ ബാക്കിൻ്റെ അകത്ത് ഇവിടെ നോക്കിയാൽ കാണാം ഡേറ്റ് കാണിക്കുന്നുണ്ട്, ഡേറ്റ് കാണിക്കുന്നുണ്ട്, അതുപോലെ ടൈം കാണിക്കുന്നുണ്ട്, ആരാണോ ഇത് ചെയ്തതെന്ന് കാണിക്കുന്നുണ്ട്, അതായത് റൂട്ട് യൂസറാണെന്നുള്ളത് കാണിക്കുന്നത്, CLI വഴിയാണ് കാണിക്കുന്നത്. ഇവിടെ കാണാം നമ്മൾ കൊടുത്ത കമൻറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ 0 എന്ന് പറഞ്ഞ റോൾ ബാക്കിലാണ് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ കോൺഫിഗറേഷനിൽ, അതായത് എന്താണോ കമ്മിറ്റ് ചെയ്ത സമയത്ത് ആ കോൺഫിഗറേഷനിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പേര് മാറ്റിയിട്ട് സേവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വിച്ച് 1. ഓക്കെ, ഞാൻ ഇവിടെ ഒരു കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നോക്കിയാൽ കാണാം സ്വിച്ചിൻ്റെ പേര് സ്വിച്ച് 1 തന്നെ. ഇനി നമുക്ക് തിരിച്ച് ഈ സ്വിച്ചിൻ്റെ പേര് test1 എന്നാക്കണം. അതായത് പ്രീവിയസ് കോൺഫിഗറേഷൻ തന്നെ ചേഞ്ച് ചെയ്യണം പ്രീവിയസ് കോൺഫിഗറേഷനിലേക്ക്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഷോ സിസ്റ്റം കമ്മിറ്റ് അടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇപ്പോൾ ഒന്നാമത്തെ റോൾ ബാക്കിൻ്റെ അകത്താണ് നമ്മൾ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഹോസ്റ്റ് നെയിം സെറ്റ് ചെയ്ത കോൺഫിഗറേഷൻ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റോൾ ബാക്ക് ചെയ്യുമ്പോൾ എളുപ്പമാണ്. റോൾ ബാക്ക് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഹോസ്റ്റ് നെയിം വരും. ഇപ്പോൾ ഞാൻ കമ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഹോസ്റ്റ് നെയിം ഇവിടെ കാണിക്കും. ഈ സ്വിച്ച് 1 എന്നുള്ളത് ചേഞ്ച് ആയിട്ട് test1 എന്ന് കാണിക്കും. ഓക്കെ, ഇപ്പോൾ test1 എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് കമ്മിറ്റ്, അതുപോലെ റോൾ ബാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കമൻറ്റ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. റോൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പ്രീവിയസ് റോൾ ബാക്കിലേക്ക് റിവേർട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും കമൻറ്റ് കൊടുത്തില്ല എന്താ വെച്ചാൽ നമുക്ക് ഈ റിവിഷൻ നമ്പർ എപ്പോഴും ഈ റോൾ ബാക്ക് നമ്പർ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കും. അതായത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബാക്കിലേക്ക് പോയിക്കൊണ്ട് നിൽക്കും. ഇപ്പോൾ ഓരോ പ്രാവശ്യം കമ്മിറ്റ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കമ്മിറ്റ് 1 എന്നാണ് നമ്മളെ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഹോസ്റ്റ് നെയിം എടുത്ത്. ഇപ്പോൾ ഞാനിവിടെ ഒരു ജസ്റ്റ് പിന്നെ ഒരു കമ്മിറ്റ് കൊടുത്ത് കമ്മിറ്റ്. ഓരോ കമ്മിറ്റിലും ഓരോ റോൾ ബാക്ക് ക്രിയേറ്റ് ആയിക്കൊണ്ട് നിൽക്കുക. പിന്നെ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു കമ്മിറ്റ് കൊടുത്ത്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് 3 പ്രാവശ്യം വെറുതെ കമ്മിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത്. ഇനി നമുക്ക് ഒന്ന് സിസ്റ്റം കമ്മിറ്റ് ചെക്ക് ചെയ്ത് നോക്കാം.
ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം 5ാമത്തെ റോൾ ബാക്കിൻ്റെ അകത്താണ് നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്ത, അതായത് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഹോസ്റ്റ് നെയിം സെറ്റ് ചെയ്ത കോൺഫിഗറേഷൻ കിടക്കുന്നത്. നേരത്തെ നമ്മൾ ഒന്നും എടുത്ത് എത്ര പ്രാവശ്യം നമ്മൾ കമ്മിറ്റ് ചെയ്തോ അത്രയും ബാക്കോട്ട് ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് പോകും. ഇപ്പോൾ 3 പ്രാവശ്യമാണ് കമ്മിറ്റ് ചെയ്ത്, അപ്പോൾ 3 പ്രാവശ്യം ബാക്കിലേക്ക് പോയി. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ റോൾ ബാക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഓക്കെ, ഇവിടെ റോൾ ബാക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി സ്വിച്ചിൻ്റെ പേര് ടെസ്റ്റ് തന്നെയാണ്. സ്വിച്ച് 1ലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം, ഒന്ന് കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഒന്നുകൂടെ ലാസ്റ്റായിട്ട് റോൾ ബാക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ കമ്മിറ്റിൽ ഈ 5ാമത്തെ റോൾ ബാക്കിലേക്ക് ഉണ്ടായിരുന്നത് ഇനി അത് ചേഞ്ചായി 6ാമത്തെ റോൾ ബാക്കിലേക്കാവും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ കാണാൻ പറ്റും 6ാമത്തെ റോൾ ബാക്കിൽ ഉണ്ടോ, 6ാമത്തെ റോൾ ബാക്കിലേക്ക് നമ്മുടെ ടെസ്റ്റ് നിന്ന് സെറ്റ് ചെയ്ത, അതായത് സിസ്റ്റം നെയിം ടെസ്റ്റ് നിന്ന് സെറ്റ് ചെയ്ത കോൺഫിഗറേഷൻ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് റോൾ ബാക്ക് ചെയ്യാം. റോൾ ബാക്ക് 6, ഓക്കെ 6 കൊടുത്ത് ഞാൻ ജസ്റ്റ് കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. കമ്മിറ്റ് കൊടുത്താൽ മാത്രമേ ആക്ടിവേറ്റ് ആവുള്ളൂ. ഓക്കെ, കമ്മിറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം അപ്പോൾ ഹോസ്റ്റ് നെയിം ചേഞ്ച് ആയിട്ട് ടെസ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കമ്മിറ്റ്, അതുപോലെ റോൾ ബാക്ക് എന്ന് പറയുന്ന കമാൻഡ് കൊണ്ടുള്ള യൂസ്. റോൾ ബാക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു കമൻറ്റ് ആഡ് ചെയ്യുക, റിവേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ.